Hello everyone. Today we are going to take a close look at the newly updated SSLC syllabus. ഈ വർഷം 10ാം ക്ലാസ്സിലെ അപ്ഡേറ്റഡ് സിലബസിലെ ആദ്യത്തെ ചാപ്റ്ററായ എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. മുന്നത്തെ സിലബസിൽ ഉണ്ടായിരുന്ന അഡ്വെഞ്ചേഴ്സ് ഇൻ ദ ബാനിയൻ ട്രീ, പ്രൊജക്ട് ടൈഗർ, സ്നേക്ക് ആൻഡ് മിറർ ഈ ചാപ്റ്റേഴ്സ് ഒന്നും ഇത്തവണയില്ല. നമുക്ക് പുതിയ ചില പാഠങ്ങളാണ് ഈ വർഷം പഠിക്കാനായിട്ടുള്ളത്. പുതിയ സിലബസ് ആണ്, അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും. ബട്ട് വി ഡോണ്ട് ഹാവ് ടു വെറി. വി Elscore Academy provide all classes in a clear and a detailed manner through this channel. So like and subscribe. ഇത്തവണ നമുക്ക് 3 യൂണിറ്റുകളിലായി ആകെ 9 ചാപ്റ്റേഴ്സാണ് തന്നിട്ടുള്ളത്. ആദ്യത്തെ യൂണിറ്റിൻ്റെ പേരാണ് ട്രയൽസ് ആൻഡ് ട്രയംസ്. അതിൽ തന്നെ നമ്മൾക്ക് ആദ്യം പഠിക്കാനുള്ളൊരു ഷോർട്ട് സ്റ്റോറിയാണ് എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ് ബൈ ഗാബ്രിയൽ ഗാർഷ്യ മാർക്വീസ്. വളരെ പ്രശസ്തനായിട്ടുള്ള ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനായിട്ടുള്ള ഗാബ്രിയൽ ഗാർഷ്യ മാർക്വീസ് എഴുതിയിട്ടുള്ള വളരെ മനോഹരമായ, വളരെ കൗതുകമേറിയ, ചിന്തിപ്പിക്കുന്ന ഒരു കുഞ്ഞു കഥയാണ് എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിലേക്കൊന്ന് പോയി വരാം. Gabriel García Márquez, 1927 to 2014, was a Colombian novelist and one of the greatest writers of the 20th century. അദ്ദേഹം ഒരു കൊളംബിയൻ നോവലിസ്റ്റും 20ാം നൂറ്റാണ്ടിലെ വളരെ വലിയ എഴുത്തുകാരിൽ ഒരാൾ കൂടിയായിരുന്നു. ഹി വാസ് awarded the Nobel Prize for Literature in 1982. അദ്ദേഹം 1982 അദ്ദേഹത്തിന് സാഹിത്യത്തിൽ നോബൽ പ്രൈസ് സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഹിസ് നോട്ടബിൾ വർക്ക്സ് ആർ ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ, നോ വൺ റൈറ്റ്സ് ടു ദി കേണൽ ആൻഡ് 100 years of solitude. അദ്ദേഹത്തിൻ്റെ നോട്ടബിൾ വർക്ക്സ്, ശ്രദ്ധേയമായിട്ടുള്ള വർക്കുകൾ എന്ന് പറയുന്നത് കോളറ കാലത്തെ പ്രണയവും ഏകാന്തതയുടെ 100 വർഷങ്ങളുമായിരുന്നു. ഇത് പല ഭാഷകളിലേക്കും പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളതും വിറ്റഴിക്കപ്പെട്ടിട്ടുമായിട്ടുള്ള പുസ്തകങ്ങളായിരുന്നു. ഹിയർസ് വൺ ഓഫ് ദ ബെസ്റ്റ് നോൺ ലാറ്റിൻ അമേരിക്കൻ റൈറ്റേഴ്സ് ഓഫ് എ ടൈം. അദ്ദേഹം വളരെ പ്രശസ്തമായിട്ടുള്ള ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരിൽ ഒരാൾ കൂടിയാണ്. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ കഥകൾ ഇത്രമേൽ ശ്രദ്ധ ആകർഷിക്കപ്പെട്ടത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വർക്കുകൾ ഇത്രമേൽ അട്രാക്റ്റീവ് ആകുന്നത് എന്തുകൊണ്ടാണ്? അതിന് ഒരേ ഒരു ഉത്തരവാണുള്ളത്. അദ്ദേഹം മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിച്ചു എന്നുള്ളതാണ്. എന്താണ് മാജിക്കൽ റിയലിസം? നമുക്ക് നോക്കാം. Magical realism is one of the unique narrative styles of the last century. Magical realism എന്ന് പറയുന്നത് ലാസ്റ്റ് സെഞ്ച്വറി, അതായത് 20ാം നൂറ്റാണ്ടിലെ വളരെ യുണീക്കായിട്ടുള്ളൊരു നറേറ്റീവ് സ്റ്റൈലാണ്. വളരെ അതുല്യമായിട്ടുള്ളൊരു എഴുത്ത് രീതിനെയാണ് മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. മെനി ലാറ്റിൻ അമേരിക്കൻ റൈറ്റേഴ്സ് ലൈക്ക് ഗാബ്രിയൽ ഗാർഷ്യ മാർക്വേസ് ആൻഡ് അതേഴ്സ് സച്ച് ആസ് സൽമാൻ റുഷ്ദി ആൻഡ് ഏഞ്ചല കാർട്ടർ ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ദി ജോണർ. നമ്മുടെ ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനായിട്ടുള്ള ഗാബ്രിയൽ ഗാർഷ്യനെ പോലെയുള്ള സൽമാൻ റുഷ്ദി, ഏഞ്ചല കാർട്ടർ ഇവരൊക്കെ ഇത്തരത്തിലുള്ള കൃതികൾക്ക് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. വർക്ക്സ് ഇൻ ദ ജോണർ depict the real world with an undercurrent of magic or fantasy. ഈ ഭാഗത്തിലുള്ള കൃതികൾ യഥാർത്ഥ ലോകത്തെ, അതായത് നമ്മുടെ റിയാലിറ്റിനെ ഒരു മാജിക്കായിട്ടോ ഫാൻറ്റസിയോ ഒക്കെ ഉപയോഗിച്ചിട്ട് ചിത്രീകരിക്കുന്നു. ലൈക്ക് ഫെയറി ടെയിൽസ്, ഈ ഫെയറി ടെയിൽസ് ഒക്കെ പോലെ. വർക്ക്സ് ഓഫ് മാജിക്കൽ റിയലിസം ബ്ലർ ദ ലൈൻ ബിറ്റ്വീൻ ഫാൻറ്റസി ആൻഡ് റിയാലിറ്റി. മാജിക്കൽ റിയലിസത്തിൻ്റെ കൃതികൾ ഈ ഫാൻറ്റസിക്കും റിയാലിറ്റിക്കും ഇടയിൽ ആ ഒരു ലൈൻ, ആ ഒരു ബന്ധത്തെ ബ്ലർ ആക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻറ്റസീനെ സാധാരണ ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യമായി ചിത്രീകരിക്കുന്നു. എന്ന് വെച്ചാൽ ഒരാൾ പറക്കുന്നു എന്ന് പറയുമ്പം നമുക്കത് പരിചയമില്ലാത്തൊരു കാര്യമാണ്. ഇതൊരു സർപ്രൈസിങ് ആവുന്ന ഒരു കാര്യമാണ്. കാരണം ഒരിക്കലും ഒരു മനുഷ്യൻ പറക്കില്ല. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതൊരു ഫാൻറ്റസിയാണ്, അല്ലെങ്കിൽ അതൊരു മാജിക്കാണ്. അതൊരിക്കലും ഒരു ഓർഡിനറി ലൈഫിൻ്റെ ഭാഗമല്ല. എന്നാൽ കഥാകൃത്ത്, കഥയിലെ കഥാപാത്രങ്ങൾ ഇത്തരത്തിലുള്ള അസംഭവ്യമായിട്ടുള്ള അല്ലെങ്കിൽ അസാധാരണമായിട്ടുള്ള കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നതിനെ, കഥയിലെ കഥാപാത്രങ്ങൾ അങ്ങനെ ഉൾക്കൊണ്ട് അതിനെ ഒരു ഓർഡിനറി ലൈഫിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോകുന്നതിനെ, കഥ കൊണ്ടുപോകുന്നതിനെയാണ് മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. ഓക്കെ, സാധാരണ ഒരു മനുഷ്യൻ നടക്കുന്നു, അല്ലെങ്കിൽ ഓടുന്നു, ഇരിക്കുന്നു, അത്തരത്തിലുള്ള അങ്ങനെ ഒരു രാഘവത്തോടു കൂടി നമ്മൾ ഒരു മനുഷ്യൻ പറക്കുന്നു എന്ന് പറയുന്നതിനെയാണ് മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. അതായത് മാജിക്കുകളെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരിക, ഇതിനെയാണ് മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് തിരികെ നമ്മുടെ കഥയിലേക്ക് വരാം. എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ്. എന്താണ് ഇനോർമസ് വിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എ വെരി ഓൾഡ് മാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ പ്രായം ചെന്ന ഒരാൾ. വിത്ത് ഇനോർമസ് വിങ്സ്. ഇനോർമസ് വിങ്സ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ ചിറകുകളോട് കൂടിയ. ഇനോർമസ് എന്ന് പറയുമ്പം മാസീവ്, ഹ്യൂജ്, വെരി ബിഗ് എന്നൊക്കെയുള്ള അർത്ഥമാണ് വരുന്നത്. ഓക്കെ, ഇതിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് പെലായോ.
പെലായോയുടെ ഭാര്യയായിട്ടുള്ള എലിസൻഡ ഇവരുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു പ്രധാന സംഭവം, അതിനെ തുടർന്നുണ്ടാകുന്ന ചില മാറ്റങ്ങൾ, ഇതൊക്കെയാണ് ഈ കഥയിലെ പ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നേരെ കഥയിലേക്ക് പോവാം. ദ ലൈറ്റ് വാസ് വീക്ക് ഈവൻ അറ്റ് നൂൺ. ഉച്ചയായിരുന്നിട്ട് കൂടി പ്രകാശം നല്ല വീക്കായിരുന്നു, നല്ല കുറവായിരുന്നു, നല്ല ഡിമ്മായിരുന്നു. സാധാരണ ഉച്ചക്കൊക്കെ നല്ല വെയിലുണ്ടാകാറുണ്ട്, പക്ഷേ ഉച്ചയായിട്ട് കൂടി പ്രകാശം ഒരു വീക്കായിരുന്നു, വളരെ കുറവായിരുന്നു. When Pelayo was coming back to the house, it was hard for him to see what was moving and groaning in the rear of the courtyard. പെലായോ തിരികെ വീട്ടിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് ഇറ്റ് വാസ് ഹാർഡ് ഫോർ ഹിം ടു സീ, അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല വാട്ട് വാസ് മൂവിങ് ആൻഡ് ഗ്രോണിങ്, എന്താണ് ഈ അനങ്ങുന്നതെന്നും ഗ്രോൺ ചെയ്യുന്നതെന്നും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഗ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേദനയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ശബ്ദം ഉണ്ടാവില്ലേ, മുരൾച്ച അല്ലെങ്കിൽ ഞെരുക്കം, ഈ മുറിവൊക്കെ പറ്റി കിടക്കുമ്പം ടയേർഡാവുമ്പം ഒക്കെ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ശബ്ദമാണ് ഞെരുക്കം, മുരൾച്ച, അതിനെയാണ് ഗ്രോൺ എന്ന് പറയുക. ഓക്കെ, അപ്പം ആ ഒരു ഗ്രോണിങ് ചെയ്യുന്ന എന്താണ് അത് കാണാൻ പറ്റുന്നില്ല ആർക്ക്, നമ്മുടെ പെലായോക്ക്. ഇൻ ദ റിയർ ഓഫ് ദ കോർട്ട്യാർഡ്, റിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ, പിന്നിൽ എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. ഓഫ് ദ കോർട്ട്യാർഡ്, കോർട്ട്യാർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം മുറ്റം. മുറ്റത്തിൻ്റെ പിറകിലായിട്ട് എന്താണ് ഈ ഗ്രോണിങ് ചെയ്യുന്നത് എന്ന് നമ്മുടെ പെലായോക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഹി ഹാഡ് ടു ഗോ വെരി ക്ലോസ് ടു സീ ദാറ്റ് ഇറ്റ് വാസ് എൻ ഓൾഡ് മാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെ അടുത്തേക്ക് പോകേണ്ടതായിട്ട് വന്നു. ടു സീ, കാണാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഇറ്റ് വാസ് എൻ ഓൾഡ് മാൻ. അപ്പോൾ അയാൾക്ക് മനസ്സിലായി ദാറ്റ് ഇറ്റ് വാസ് എൻ ഓൾഡ് മാൻ, അതൊരു ഓൾഡ് മാൻ ആണ്, എ വെരി ഓൾഡ് മാൻ, വളരെ പ്രായം ചെന്ന ഒരാളാണ്. ദ മാൻ വാസ് ലൈയിങ് ഫേസ് ഡൗൺ ഇൻ ദ മഡ്. അദ്ദേഹം, ആ വയസ്സായിട്ടുള്ള ആള് വാസ് ലൈയിങ്, കിടക്കുകയായിരുന്നു. ഫേസ് ഡൗൺ ഇൻ ദ മഡ്, മഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചളി, ചെളിയിലേക്ക് താഴ്ത്തി, മുഖം താഴ്ത്തിയിട്ട് കിടക്കുകയായിരുന്നു. എന്താ നമ്മുടെ ഈ ചിത്രത്തിൽ കാണിക്കുന്നത് പോലെ തന്നെ. ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ട്രിമെൻഡസ് എഫേർട്സ്, അദ്ദേഹത്തിൻ്റെ ട്രിമെൻഡസ് എഫേർട്സ് ഉണ്ടായിരുന്നിട്ട് കൂടി, അതായത് വലിയ പ്രയത്നം, എഴുന്നേൽക്കാനുള്ള ഒരു വലിയ ട്രിമെൻഡസ് എഫേർട്സ് ഉണ്ടായിട്ട് കൂടി ദ മാൻ കുഡൻറ്റ് ഗെറ്റ് അപ്പ്. ആ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, എഴുന്നേൽക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, അദ്ദേഹം എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടി അദ്ദേഹത്തിന് എഴുന്നേൽക്കാനായിട്ട് പറ്റുന്നില്ല. ഇംപീഡഡ് ബൈ ഹിസ് എനോമസ് വിങ്സ്. ഇംപീഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സപ്പെടുത്തി. ഇംപീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവെൻറ്റ് ചെയ്യുക, തടസ്സപ്പെടുത്തുക. ബൈ ഹിസ് എനോർമസ് വിങ്സ്, അദ്ദേഹത്തിൻ്റെ വളരെ വലിയ ചിറകുകൾ അദ്ദേഹത്തിന് എഴുന്നേൽക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്നുണ്ടായിരുന്നു. അദ്ദേഹം എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഈ വളരെ വലിയ ചിറകുകളുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് എഴുന്നേൽക്കാനായിട്ട് കഴിയുന്നില്ല. ഫ്രൈറ്റൻഡ് ബൈ ദ സൈറ്റ്, കണ്ട ഉടനെ തന്നെ പെലായോ ആകെ പേടിച്ചു പോയി. പെലായോ റാൻ ടു ഗെറ്റ് എലിസൻഡ ഹിസ് വൈഫ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള എലിസൻഡയുടെ അടുത്തേക്ക് അദ്ദേഹം ഓടിപ്പോവാണ്, പേടിച്ച് ഓടിപ്പോവാണ് ഈ ഒരു വിവരം പറയുന്നതിന് വേണ്ടി. ഷി വാസ് പുട്ടിങ് കോംപ്രസസ് ഓൺ ദിയർ സിക്ക് ചൈൽഡ്. അപ്പോൾ എലിസൻഡ ആണെങ്കിലോ അവരുടെ രോഗബാധിതനായിട്ടുള്ള ആ ഒരു കുഞ്ഞിന്, കോംപ്രസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു നൗണാണ്. ഈ നമ്മൾ അസുഖമൊക്കെ ബാധിച്ച് കിടക്കുന്ന സമയത്ത് ഒരു നനഞ്ഞ ക്ലോത്തൊക്കെ നമ്മൾ ഫോർഹെഡിലൊക്കെ വെക്കാറുണ്ട്, അതിനെയാണ് ഈ കോംപ്രസ് എന്ന് പറയുക. അങ്ങനെ കുഞ്ഞിനെ ഹീൽ ചെയ്യായിരുന്നു എലിസൻഡ, ഭാര്യയായിട്ടുള്ള എലിസൻഡ. ഓക്കെ, ഹി ടുക്ക് ഹർ ടു ദ റിയർ ഓഫ് ദ കോർട്ട്യാർഡ്. നമ്മുടെ പെലായോ ഭാര്യയായിട്ടുള്ള എലിസൻഡയെ ടുക്ക് ഹർ ടു ദ റിയർ ഓഫ് ദ കോർട്ട്യാർഡ്, ആ ഒരു മുറ്റത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് അല്ലെങ്കിൽ പിറകിലേക്ക് കൊണ്ടുപോയി. ദേ ബോത്ത് ലുക്ക്ഡ് അറ്റ് ദ ഫാലൻ ബോഡി. അവർ രണ്ടുപേരും, പെലായോയും ഭാര്യ എലിസൻഡയും, ഈ ഒരു ഫാലൻ ബോഡി, ആ വീണ് കിടക്കുന്ന ആ ഒരു ബോഡിയിലേക്ക് നോക്കി. ദ മാൻ വാസ് ഡ്രസ്ഡ് ലൈക്ക് എ റാക്ക് പിക്കർ. നമ്മുടെ ഓൾഡ് മാൻ ഡ്രസ്ഡ് ലൈക്ക് എ റാക്ക് പിക്കർ, ഒരു റാക്ക് പിക്കറിനെ പോലെയാണ് ഡ്രസ്സ് ചെയ്തിരുന്നത്. റാക്ക് പിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേസ്റ്റൊക്കെ കളക്ട് ചെയ്തിട്ട് റീസൈക്കിൾ ചെയ്യുന്ന വേസ്റ്റൊക്കെ കളക്ട് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ റാക്ക് പിക്കർ എന്നൊക്കെ പറയാം. Okay, there were only few fitted hairs left on his bald skull and very few teeth in his mouth. അദ്ദേഹത്തിൻ്റെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് പറയാണ്. There were only a few fitted hairs. അപ്പോൾ അവിടെ വളരെ കുറച്ച് മുടി മാത്രമേ അദ്ദേഹത്തിൻ്റെ തലയിലുണ്ടായിരുന്നുള്ളൂ. ഓൺ ഹിസ് ബാൾഡ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു മൊട്ടയായിട്ടുള്ള ഒരു തലയിൽ, സ്കൾ എന്ന് പറഞ്ഞാൽ തലയോട്ടി കേട്ടോ. ആൻഡ് വെരി ഫ്യൂ ടീത്ത് ഇൻ ഹിസ് മൗത്ത്. അദ്ദേഹത്തിൻ്റെ വായിലാണെങ്കിൽ പല്ലും വളരെ കുറവാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വളരെ കുറച്ച് മുടിയും വായിലാണെങ്കിൽ കുറച്ച് പല്ലു മാത്രമേ ഉള്ളൂ, കഷണ്ടിയായിരുന്നു. ഹസ് പിറ്റിഫുൾ കണ്ടീഷൻ സീംഡ് ദാറ്റ് ഓഫ് എ ഡ്രഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ഹസ് പിറ്റിഫുൾ കണ്ടീഷൻ, അദ്ദേഹത്തിൻ്റെ ആ ഒരു മോശമായിട്ടുള്ള അല്ലെങ്കിൽ ദയനീയമായിട്ടുള്ള ആ ഒരു അവസ്ഥ, സീംഡ് തോന്നിപ്പിച്ചു, ദാറ്റ് ഓഫ് എ ഡ്രഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ഡ്രഞ്ച്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വെറ്റ്, സോക്ഡ് എന്നൊക്കെയുള്ള അർത്ഥമാണ്. നനഞ്ഞു കുതിർന്ന എന്നാരോ അർത്ഥം. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പിറ്റിഫുൾ ആയിട്ടുള്ള, മോശം നിറഞ്ഞായിട്ടുള്ള ആ ഒരു അവസ്ഥ ഒരു നനഞ്ഞു കുതിർന്ന ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനെ പോലെ തോന്നിപ്പിച്ചു. ദിസ് ടുക്ക് അവേ എനി സെൻസ് ഓഫ് ഗ്രാൻഡർ ഹി മൈറ്റ് ഹാവ് ഹാഡ്. ദിസ് ടുക്ക് അവേ, അത് എടുത്തു കളഞ്ഞു. എനി സെൻസ് ഓഫ് ഗ്രാൻഡർ, ഗ്രാൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യം, ഭംഗി. ഓക്കെ, ഹി മൈറ്റ് ഹാവ് ഹാഡ്, അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന ആ ഒരു ഭംഗിയെ അത് എടുത്തു കളയുന്നതായിരുന്നു ആ ഒരു വേഷവിധാനം. ഓക്കെ, ഹിസ് ഹ്യൂജ് ബസാർഡ് വിങ്സ്, അദ്ദേഹത്തിൻ്റെ ആ വളരെ വലിയ ബസാർഡ് വിങ്സ്. ബസാർഡ് വിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരുന്തുകളുടെയൊക്കെ വലിയ ചിറകുകൾ. ഡേർട്ടി, അത് വൃത്തിഹീനമായിരുന്നു. ആൻഡ് ഹാഫ് പ്ലക്ഡ്, പകുതി പറിച്ച നിലയിലായിരുന്നു, അഥവാ പകുതി പറഞ്ഞു പോയ അവസ്ഥയിലായിരുന്നു. വേർ എൻറ്റാങ്കിൾഡ് ഇൻ ദ മഡ്, ആ ചിറകുകൾ മഡിൽ, ആ ഒരു ചെളിയിൽ എൻറ്റാങ്കിൾഡ് ആയിട്ട് കിടക്കുമായിരുന്നു. ടാങ്കിൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടുപിണങ്ങി കിടക്കുന്ന അല്ലെങ്കിൽ കുടുങ്ങി കിടക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു പരുന്തിൻ്റെ ഒക്കെ പോലെയുള്ള ആ വലിയ ചിറകുകൾ ഡേർട്ടിയും ഹാഫ് പ്ലഗ്ഡും അതേപോലെ മഡിൽ എൻറ്റാങ്കിൾഡ് ആയിട്ടും ഇരിക്കുന്ന അവസ്ഥയായിരുന്നു. ദേ ലുക്ക്ഡ് അറ്റ് ഹിം സോ ലോങ് ആൻഡ് സോ ക്ലോസ്ലി, അവർ രണ്ടുപേരും ഈ ഒരു നമ്മുടെ ഓൾഡ് മാനെ ഒരുപാട് നേരം ഒബ്സർവ് ചെയ്തതിന് ശേഷം ദറ്റ് പെലായോ ആൻഡ് എലിസൻഡ വെരി സൂൺ ഓവർകെയിം ദിസ് സർപ്രൈസ്, പെലായോയും അവരുടെ ഭാര്യയായിട്ടുള്ള എലിസൻഡയ്ക്കും ഈ ഒരു സർപ്രൈസ്, അതായത് നമ്മുടെ ഈ ഓൾഡ് മാനെ കാണുമ്പോൾ ആ ഒരു സർപ്രൈസ് അവർ പെട്ടെന്ന് തന്നെ ഓവർകം ചെയ്തു, അല്ലെങ്കിൽ അവർക്കത് ആ ഒരു സർപ്രൈസ് മാറി. ഇൻ ദ എൻഡ് ദേ ഫൗണ്ട് ഹിം ഫെമിലിയർ, അങ്ങനെ അവർക്ക് നമ്മുടെ ഓൾഡ് മാനെ കുറേ കൂടെയൊക്കെ പരിചയമായി. ദെൻ ദേ ഡെയർഡ് ടു സ്പീക്ക് ഹിം, അതിനുശേഷം അവർക്ക് രണ്ടുപേർക്കും ഡെയർഡ് സ്പീക്ക് ടു ഹിം, അയാളോട് ആ ഓൾഡ് മാൻ്റെ അടുത്ത് സംസാരിക്കാനുള്ള ഒരു ധൈര്യം വന്നു. ദെൻ ദേ ഡെയർഡ്, അവർ ധൈര്യം കാണിച്ചു സ്പീക്ക് ടു ഹിം, അദ്ദേഹത്തോട് സംസാരിക്കാൻ. ഹി ആൻസേർഡ് in an incomprehensible dialect with a strong sailor's voice. He answered, നമ്മുടെ ഓൾഡ് മാൻ ആൻസർ ചെയ്തത് ഇൻ an incomprehensible dialect, ഒരു കോംപ്രിഹെൻസ് ചെയ്യാൻ പറ്റാത്ത ഡയലക്റ്റിലായിരുന്നു. എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയാത്ത, ഇൻകോംപ്രിഹെൻസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത, ഗ്രഹിക്കാൻ പറ്റാത്ത, വി കനോട്ട് ഈസിലി ഗ്രാസ്പ്. ഓക്കെ, ആൻഡ് ഡയലക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഭാഷയിലാണ് മറുപടി പറഞ്ഞത്. വിത്ത് എ സ്ട്രോങ് സെയിലേഴ്സ് വോയിസ്, സെയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാവികൻ എന്നാണ് അർത്ഥം കേട്ടോ. അപ്പം കപ്പലിലെ നാവികൻ്റെ ഒക്കെ ഒരു മൂർച്ചയേറിയിട്ടുള്ള വാക്കുകളിലൂടെയാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്, എന്നാലൊട്ട് മനസ്സിലാക്കാനും പറ്റിയിരുന്നില്ല. They concluded that he was a lonely castaway from some foreign ship wrecked by the storm. They concluded, അവരൊരു നിഗമനത്തിലെത്തി, that he was a lonely castaway, അയാൾ ഒരു ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ഒരാളായിരിക്കണം. ഫ്രം സം ഫോറിൻ ഷിപ്പ് wrecked by the storm. സ്റ്റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുങ്കാറ്റ്, wrecked തകർന്നു പോയ, ഈ തകർന്നു പോയിട്ടുള്ള കൊടുങ്കാറ്റിൽ തകർന്നു പോയതെങ്കിലും ഫോറിൻ ഷിപ്പിൽ നിന്നും ഒറ്റപ്പെട്ടു പോയ ഒരാളായിരിക്കണമെന്ന് അവർ കരുതി. ദെൻ ദേ കോൾഡ് ഇൻ എ നെയ്ബർ വുമൺ ടു സീ ഹിം, എന്നിട്ടോ അവരൊരു നെയ്ബർ വുമണിനെ നമ്മുടെ ഓൾഡ് മാനെ കാണാനായിട്ട് വിളിച്ചു. ഓക്കെ, ഓൾ ഷീ നീഡഡ് വാസ് വൺ ലുക്ക് ടു ഷോ ദം ദെയർ മിസ്റ്റേക്ക്. നമ്മുടെ ഈ നെയ്ബർ വുമണിന്, അയൽവാസിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് ഒരൊറ്റ നോട്ടത്തിൻ്റെ ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ടു ഷോ ദം ദെയർ മിസ്റ്റേക്ക്. നമ്മുടെ പെലായോടെയും അതേപോലെ ഭാര്യ എലിസൻ്റെയുടെയും തെറ്റ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നെയ്ബർ വുമണിന് ഒരൊറ്റ നോട്ടം മാത്രം മതിയായിരുന്നു. ഹീ ഈസ് എൻ ഏഞ്ചൽ, അതൊരു മാലാഖയാണ്. ഷീ ടോൾഡ് ദം, നെയ്ബർ വുമൺ അവരുടെ അടുത്തായിട്ട് പറഞ്ഞു. ഹി മസ്റ്റ് ഹാവ് ബീൻ കമ്മിങ് ഫോർ ദ ചൈൽഡ്. ഓക്കെ, നമ്മുടെ ഈ ഒരു ഓൾഡ് മാൻ എന്തായാലും നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് വന്നതായിരിക്കണം. ബട്ട് ദ പൂവർ ഫെല്ലോ ഈസ് സോ ഓൾഡ് ദാറ്റ് ദ റെയിൻ നോക്ക്ഡ് ഹിം ഡൗൺ. പക്ഷെ നമ്മുടെ ഈ ഒരു പാവത്തിന് അത് വളരെ പ്രായം ചെന്ന ആളായതുകൊണ്ട് മഴ നനഞ്ഞിങ്ങോട്ട് വീണു പോയതായിരിക്കാം. ഓക്കെ, മഴ അതിന് പറക്കാൻ കഴിയാത്തത് കൊണ്ട്, വളരെ പ്രായം ചെന്ന ഓൾഡ് മാൻ ആയതുകൊണ്ട് അദ്ദേഹത്തിന് പറക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് മഴ പെയ്തപ്പോൾ താഴേക്ക് വീണു പോയതാണ്. അതൊരു ഏഞ്ചലാണ്, അത് നമ്മുടെ കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ രോഗം മാറ്റുന്നതിന് വന്ന ഏഞ്ചലാണ് എന്ന് ഈ നെയ്ബർ വുമൺ അവരെ തിരുത്തി കൊടുക്കുന്നു. On the following day, everyone knew that a flesh and blood angel was held captive in Pelayo's house. On the following day, പിറ്റേ ദിവസം everyone knew, എല്ലാവരും അറിഞ്ഞു, ന്യൂ എന്ന് പറഞ്ഞാൽ നോൻ്റെ പാസ്റ്റ്, that a flesh and blood angel, ഒരു മജ്ജയും മാംസവുമുള്ള ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യനെ വിശേഷിപ്പിക്കുന്ന രീതിയാണ്. ഈ ചോരയും നീരും എന്നൊക്കെ പറയാറില്ല, അതൊക്കെ ഒരു മനുഷ്യൻ്റെ വിശേഷണ രീതിയാണ്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ പോലെയുള്ള മാലാഖ വാസ് ഹെൽഡ് ക്യാപ്റ്റീവ് ഇൻ പെലായോസ് ഹൗസ്, പെലായോയുടെ വീട്ടിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ തടവിലാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കി. ക്യാപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടവിലാക്കുക. പെലായോ വാച്ച്ഡ് ഓവർ ഹിം ഓൾ ആഫ്റ്റർനൂൺ ഫ്രം ദ കിച്ചൺ. പെലായോ വാച്ച്ഡ്, നിരീക്ഷിച്ചു, ഓവർ ഹിം അദ്ദേഹത്തെ, ഒരു ഓൾഡ് മാനെ, ഓൾ ആഫ്റ്റർനൂൺ
alone from the kitchen. ഈ കിച്ചണിലിരുന്നുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഓൾഡ് മാനെ വാച്ച് ചെയ്തു. ആംഡ് വിത്ത് ഹസ് ബെയിലിഫ്സ് ക്ലബ്. ക്ലബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടി, ബെയിലിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഈ കോടതിയിലെ നിയമങ്ങളൊക്കെ നടപ്പിലാക്കുന്ന ഒരു ഉദ്യോഗം, അതിനെയാണ് ബെയിലിഫ് എന്ന് പറയുക. അപ്പം ആ ഒരു ബെയിലിഫിൻ്റെ ആ വടി വെച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ ഈ മൊത്തം ഉച്ച മുഴുവൻ ഇദ്ദേഹം അടുക്കളയിൽ ഇരുന്നു കൊണ്ട് ഈ ഓൾഡ് മാനെ നോക്കിക്കൊണ്ടിരുന്നു. ബിഫോർ ഗോയിങ് ടു ബെഡ്, അങ്ങനെ ഉച്ച ഫുൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നതിന് ശേഷം ബിഫോർ ഗോയിങ് ടു ബെഡ്, അദ്ദേഹം കിടക്കാൻ പോകുന്നതിന് മുമ്പ്, രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ്, ഹി ഡ്രാഗ്ഡ് ഹിം, അദ്ദേഹം എന്ത് ചെയ്തു, ഓൾഡ് മാനെ ഡ്രാഗ്ഡ് വലിച്ചിഴച്ചു, ഔട്ട് ഓഫ് ദ മഡ്, ആ ഒരു മണ്ണിൽ നിന്നും പുറത്തേക്ക് വലിച്ചിഴച്ചു, ആൻഡ് ലോക്ക്ഡ് ഹിം അപ്പ് വിത്ത് ദ ഹെൻസ് ഇൻ ദ ചിക്കൻ കൂപ്പ്. ഓക്കെ, ചിക്കൻ കൂപ്പ് എന്ന് പറഞ്ഞാൽ കോഴിക്കൂടാണ്. അങ്ങനെ അദ്ദേഹത്തെ ആ മഡിൽ നിന്നും വലിച്ചയച്ചിട്ട് ലോക്ക്ഡ് ചെയ്തു വിത്ത് ദ ഹെൻസ് ഇൻ ദ ചിക്കൻ കൂപ്പ്, അങ്ങനെ ഈ കോഴിക്കൂട്ടിൽ കൊണ്ടുപോയി അടച്ചിട്ടു. ഓക്കെ, ആ മഡിൽ നിന്നും വലിച്ചഴിച്ചിട്ട് നമ്മുടെ കോഴിക്കൂട്ടിൽ കൊണ്ടുപോയിട്ട് ഓൾഡ് മാനെ കൊണ്ടുപോയി വെക്കുന്നു. A short time afterward, the child woke up without a fever and with a desire to eat. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം നമ്മുടെ ഈ സിക്കായിട്ടുള്ള ചൈൽഡ് വോക്ക് അപ്പ്, അത് എഴുന്നേറ്റു, വിത്തൗട്ട് എ ഫീവർ, ഒരു പനിയില്ലാതെ, ആൻഡ് വിത്ത് എ ഡിസയർ ടു ഈറ്റ്, കഴിക്കാനുള്ള ഒരു ആഗ്രഹത്തോടു കൂടി. നമുക്കറിയാം ഈ അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാനൊന്നും താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ കുഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം പനിയൊന്നുമില്ലാതെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഇഷ്ടത്തോടു കൂടി എഴുന്നേറ്റു. ദെൻ ദേ ഫെൽറ്റ് മാഗ്നാനിമസ്, അങ്ങനെ അപ്പോൾ ഇവർക്ക് ഫീൽ ചെയ്തു, ദേ ഫെൽറ്റ് ഇറ്റ്സ് മാഗ്നാനിമസ്, ഇതൊരു മഹാനുഭവനാണ് എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലായി, അങ്ങനെ അവർക്ക് അങ്ങനെ തോന്നി. ഓക്കെ, ഈ ഓൾഡ് മാൻ ഉള്ളത് കൊണ്ടാണ് കുഞ്ഞിൻ്റെ രോഗം മാറിയത് എന്നുള്ളൊരു ചിന്ത അവർക്ക് വന്നു. ദേ ഡിസൈഡഡ് ടു പുട്ട് ദ ഏഞ്ചൽ ഓൺ എ റാഫ്റ്റ് വിത്ത് ഫ്രഷ് വാട്ടർ ആൻഡ് പ്രൊവിഷൻസ് ഫോർ 3 days ആൻഡ് ലീവ് ഹിം ടു ഹിസ് ഫേസ് ഓൺ ദ ഹൈ സീസ്. ദേ ഡിസൈഡഡ് ടു പുട്ട് ദ ഏഞ്ചൽ ഓൺ എ റാഫ്റ്റ്, അവർ രണ്ടുപേരും തീരുമാനിച്ചു ഈ ഒരു മാലാഖയെ, റാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ചങ്ങാടം, ഓക്കെ, ഈ ചങ്ങാടത്തിലാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. വിത്ത് ഫ്രഷ് വാട്ടർ ആൻഡ് പ്രൊവിഷൻസ് ഫോർ 3 days, 3 ദിവസത്തേക്കുള്ള ഭക്ഷണവും വെള്ളവുമായിട്ട്, കുടിക്കാനുള്ള വെള്ളവും ഭക്ഷണമൊക്കെ ആയിട്ട് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ലീവ് ഹിം ടു ഹിസ് ഫേറ്റ് ഓൺ ദി ഹൈ സീസ്, ആ പെരും കടലിലേക്ക്, വലിയ തിരമാലകളൊക്കെയുള്ള വലിയ കടലിലേക്ക് അദ്ദേഹത്തിൻ്റെ വിധിക്ക് പറഞ്ഞേക്കാം. 3 ദിവസത്തേക്കുള്ള ഭക്ഷണവും വെള്ളമൊക്കെ കൊടുത്തിട്ട് അയാളുടെ വിധി എന്താണോ അതുപോലെ അയാൾ ജീവിക്കട്ടെ എന്നുള്ള രീതിക്ക് പറഞ്ഞേക്കാമെന്ന് തീരുമാനിച്ചു. ആര്? പെലായോയും ഭാര്യയായിട്ടുള്ള എലിസൻ്റെയും. ഓക്കെ, ബട്ട് വെൻ ദേ വെൻറ്റ് ഔട്ട് ഇൻ ടു ദ കോർട്ട് യാർഡ് അറ്റ് ദ ഫസ്റ്റ് ലൈറ്റ് ഓഫ് ഡൗൺ, പ്രഭാതം പൊട്ടി ഉണർന്ന, അല്ലെങ്കിൽ ഈ പ്രഭാത പുലരി, ആദ്യത്തെ പുലരി, നേരം വെളുക്കുന്ന ആ ഒരു സമയം, ആദ്യ കിരണം പതിച്ചപ്പോൾ തന്നെ അവർ ആ ഒരു കോർട്ട് യാർഡിലേക്ക് പോയി. ഓക്കെ, ആ പോയ ഉടനെ ദേ ഫൗണ്ട്, അവർ കണ്ടെത്തിയത്, ദ ഹോൾ നെയ്ബർഹുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ചിക്കൻ ഹാവിങ് ഫൺ വിത്ത് ദ ഏഞ്ചൽ. അങ്ങനെ അവർ ഈ ഒരു കോർട്ട് യാർഡിലേക്ക് പോയ സമയത്ത് അവരുടെ മൊത്തം നെയ്ബർഹുഡും അയൽവക്കക്കാരും ഈ ഒരു ചിക്കൻ കൂപ്പിൻ്റെ മുന്നിലായിരുന്നു, അതായത് നമ്മുടെ കോഴിക്കൂടിന് മുമ്പിലായിരുന്നു. ഈ ഒരു മാലാഖയെ ഹാവിങ് ഫൺ വിത്ത് ദ ഏഞ്ചൽ, ഈ ഒരു ഏഞ്ചലുമായിട്ട് അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാവിങ് ഫൺ. ഓക്കെ, ദ വിസിറ്റേഴ്സ് വർ ടോസിങ് ഹിം തിങ്സ് ടു ഈറ്റ് ത്രൂ ദ ഓപ്പണിങ്സ് ഇൻ ദ കൂപ്പ്. ഓക്കെ, അപ്പം ആ ഒരു കൂപ്പിൻ്റെ, ആ ഒരു കോഴിക്കൂടിൻ്റെ ഓപ്പണിങ്ങിലൂടെ ആളുകൾ അതിന് ഭക്ഷണം കഴിക്കാനൊക്കെ ഓരോന്ന് ഇങ്ങനെ ടോസ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു, എറിഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇറ്റ് വാസ് ആസ് ഇഫ് ഹി weren't a supernatural creature but a circus animal. നമ്മുടെ ഈ ഒരു ഏഞ്ചലിനെ അവർ ട്രീറ്റ് ചെയ്തത് ഒരു സൂപ്പർ നാച്ചുറൽ ക്രിയേച്ചർ ആയിട്ടായിരുന്നില്ല, ഒരു അമാനുഷികമായിട്ടുള്ള ഒരു സൃഷ്ടിയെ പോലെ, അല്ലെങ്കിൽ ഒരു ഏഞ്ചൽ ആയിട്ടല്ല അവർ ട്രീറ്റ് ചെയ്തത്, പകരം ഒരു സർക്കസ് ആനിമലിനെ പോലെ ഈ ഒരു ഏഞ്ചലിനെ കളിപ്പിക്കുകയായിരുന്നു. The news of the captive angel spread with great rapidity. നമ്മുടെ ഈ ഒരു ക്യാപ്റ്റീവ് ഏഞ്ചലിൻ്റെ വിവരം എല്ലായിടത്തും പെട്ടെന്ന് തന്നെ, വളരെ വേഗത്തിൽ തന്നെ സ്പ്രെഡ് ആവാൻ തുടങ്ങി. ക്യാപ്റ്റീവ് ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, തടവിലാക്കപ്പെട്ടിട്ടുള്ള ആ ഒരു ഏഞ്ചലിനെ കുറിച്ചിട്ടുള്ളത്. ആഫ്റ്റർ എ ഫ്യൂ അവേഴ്സ് ദ കോർട്ട് യാർഡ് ഹാഡ് ദ ബസിൽ ഓഫ് എ മാർക്കറ്റ് പ്ലേസ്. ആഫ്റ്റർ എ ഫ്യൂ അവേഴ്സ്, കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം തന്നെ നമ്മുടെ ഈ ഒരു മുറ്റം ഒരു മാർക്കറ്റ് പ്ലേസ് പോലെ തിരക്കാവാൻ തുടങ്ങി. ബസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കാവുക, ഫ്രാൻറ്റിക്. ദ കപ്പിൾ ഹാഡ് ടു കോൾ ഇൻ ട്രൂപ്സ് ടു ഡിസ്പേഴ്സ് ദ മോബ്. നമ്മുടെ കപ്പിൾസ് ആയിട്ടുള്ള പെലായോയ്ക്കും എലിസൻ്റയ്ക്കും ഈ ഒരു മോബിനെ, അതായത് ആൾക്കാരുടെ കൂട്ടം, ആ ഒരു ജനക്കൂട്ടത്തെ പിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ട്, ഡിസ്പേഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ട്രൂപ്സിനെ വിളിക്കേണ്ടതായിട്ട് വന്നു. ട്രൂപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമി, പട്ടാളം, സൈന്യം. ഓക്കെ, ദേ ഗോട്ട് ദ ഐഡിയ ഓഫ് ഫെൻസിങ് ഇൻ ദ യാർഡ്. ദേ ഗോട്ട് ദി ഐഡിയ, അങ്ങനെ അവർക്കൊരു ഐഡിയ കിട്ടി, ഓഫ് ഫെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേലി കെട്ടുക, മതിൽ കെട്ടുക. ഇൻ ദ യാർഡ്, ആ ഒരു മുറ്റത്ത് വേലി കെട്ടിയാലോ എന്നുള്ളൊരു ചിന്ത അവർക്ക് വന്നു. ആൻഡ് ചാർജിങ് 5 cents
ഫോർ അഡ്മിഷൻ ടു സീ ദ ഏഞ്ചൽ. അതേപോലെ നമ്മുടെ ഒരു ഏഞ്ചലിനെ കാണുന്നതിന് വേണ്ടിയിട്ട് 5 സെൻറ്റ് അവർ അഡ്മിഷൻ ഫീ ആയിട്ട് വെക്കാനും തീരുമാനിച്ചു. 5 സെൻറ്റ് എന്ന് പറയുന്നത് ഒരു പൈസയുടെ കണക്കാണ്. ദ ക്യൂരിയസ് കെയിം ഫ്രം ഫാർ അവേ. അപ്പോൾ വളരെ ദൂരെ നിന്നുള്ള ആളുകൾ പോലും നമ്മുടെ ഈ ഒരു ഏഞ്ചലിനെ കാണാനായിട്ട് വന്നു. ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് ഇൻവാലിഡ്സ് ഓൺ എർത്ത് കെയിം ഇൻ സെർച്ച് ഓഫ് ഹെൽത്ത്. നമ്മുടെ വളരെ നിർഭാഗ്യവാന്മാരായിട്ടുള്ള, അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഇൻവാലിഡ്സ് എന്ന് പറഞ്ഞാൽ ഡിസേബിൾ ആയിട്ടുള്ള, ദുർബലന്മാരായിട്ടുള്ള, അങ്ങനെ കഴിവില്ലാത്ത, അംഗവൈകല്യമൊക്കെ ഉള്ള ആളുകളുണ്ടാവുമല്ലോ, അങ്ങനത്തെ ആളുകൾ വരെ നമ്മുടെ ഈ ഒരു ഏഞ്ചലിനെ അന്വേഷിച്ച് വരാൻ തുടങ്ങി. സെർച്ച് ഓഫ് ഹെൽത്ത്, അവരുടെ ഒരു ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, രോഗശമനത്തിന് വേണ്ടിയിട്ട്. പെലായോ ആൻഡ് എലിസൻഡ were happy with fatigue. പെലായോയും ഭാര്യ എലിസൻഡയും വളരെ ഹാപ്പി ആയിരുന്നു വിത്ത് ഫാറ്റിക്. ഫാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണമുണ്ടെങ്കിലും പെലായോയും ഭാര്യ എലിസൻഡയും വളരെ സന്തോഷത്തിലായിരുന്നു. ഇൻ ലെസ് ദാൻ എ വീക്ക് ദേ ഹാഡ് ക്രാംഡ് their rooms with money. ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ, ഒരാഴ്ചയാകുന്നതിന് മുമ്പ് തന്നെ ദേ ഹാഡ് ക്രാംഡ് their rooms, അവരുടെ റൂമുകൾ നിറഞ്ഞുകൂടി അല്ലെങ്കിൽ കുമിഞ്ഞുകൂടി. വിത്ത് മണി, പണത്താൽ അവരുടെ മുറികൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ നിറഞ്ഞു കവിഞ്ഞു. സ്റ്റിൽ ദ ലൈൻ ഓഫ് പിൽഗ്രിംസ് വെയിറ്റിംഗ് their turn to enter reached beyond the horizon. സ്റ്റിൽ ദ ലൈൻ ഓഫ് പിൽഗ്രിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്ഥാടകർ, ഈ പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ പോകുന്നവരെയാണ് തീർത്ഥാടകർ എന്ന് പറയുക. എന്നിട്ട് കൂടി ഈ തീർത്ഥാടകരുടെ ലൈന് വെയിറ്റിംഗ് their turn, അവരുടെ അവസരത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന തീർത്ഥാടകരുടെ ലൈന് എന്നിട്ടും ഉണ്ടായിരുന്നു. ടു എൻ്റർ റീച്ച്ഡ് ബയണ്ട് ദ ഹൊറൈസൺ. ആ ഒരു വരി അല്ലെങ്കിൽ ഈ ഒരു നിര എന്ന് പറയുന്നത് ചക്രവാളത്തിനും അപ്പുറമായിരുന്നു. അതായത് നമ്മുടെ ഈ ഒരു ഏഞ്ചലിനെ കാണാൻ വേണ്ടി വന്നിട്ടുള്ള പിൽഗ്രിംസിൻ്റെ നിര വളരെ വലുതായിരുന്നു എന്നാണ് അർത്ഥം. The angel was the only one who took no part in his own act. ഈ ഒരു ഏഞ്ചലിൻ്റെ പ്രവർത്തനത്തിൽ ഒരു പങ്കും വഹിക്കാതിരുന്നത് അല്ലെങ്കിൽ ഒരു ഭാഗവാക്കുമാവാതിരുന്ന ഒരേ ഒരാളെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഏഞ്ചൽ തന്നെയായിരുന്നു. He spent his time trying to get comfortable in his borrowed nest. ആ ഒരു ഏഞ്ചൽ അദ്ദേഹത്തിൻ്റെ സമയം ചെലവഴിച്ചത് ട്രൈങ് ടു ഗെറ്റ് കംഫർട്ടബിൾ ആയിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇൻ ഹിസ് ബോറോവഡ് നെസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു ബോറോവഡ് നെസ്റ്റിൽ, അതായത് കടമെടുത്തിട്ടുള്ള ആ ഒരു കൂട്ടിൽ, നമ്മുടെ കപ്പിൾസ് കൊടുത്തതാണല്ലേ ഈ ഒരു ഏഞ്ചൽ, ഈ ഒരു കൂട്, അതുകൊണ്ട് അതൊരു കടമെടുത്തിട്ടുള്ള ആ ഒരു കൂട്ടിൽ കംഫർട്ടബിൾ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓൾഡ് മാൻ അല്ലെങ്കിൽ ഏഞ്ചൽ ട്രൈ ചെയ്തത്. അറ്റ് ഫസ്റ്റ്, ആദ്യം തന്നെ ദേ ട്രൈ ടു മേക്ക് ഹിം ഈറ്റ് സം മോത്ത് ബാൾസ്. നമ്മുടെ ഈ ഒരു ജനങ്ങൾ കാണാൻ വന്ന വിസിറ്റേഴ്സ് ആദ്യം ദേ ട്രൈ ടു മേക്ക് ഹിം ഈറ്റ് സം മോത്ത് ബാൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാണികളെയൊക്കെ കൊല്ലുന്ന ഒരു ഗുളികയാണ്. ആ ഗുളിക കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ബട്ട് ഹി എയ്റ്റ് നത്തിങ് ബട്ട് എഗ് പ്ലാന്റ് മഷ്. പക്ഷേ നമ്മുടെ ഏഞ്ചൽ ഒന്നും കഴിച്ചില്ല. പക്ഷേ എഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ വഴുതന അല്ലേ. അപ്പോൾ ആ വഴുതന വെച്ചിട്ടുള്ള എന്തോ ഒരു കഞ്ഞി, ആ ഒരു കഞ്ഞി മാത്രമേ നമ്മുടെ ഏഞ്ചൽ കഴിച്ചുള്ളൂ. ബാക്കി ഒന്നും, വേറെ ഒന്നും ഈ ഏഞ്ചൽ കഴിക്കാനായിട്ട് താല്പര്യം കാണിച്ചില്ല. ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വിർച്യൂ സീംഡ് ടു ബി പേഷ്യൻസ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സൂപ്പർ നാച്ചുറൽ വിർച്യൂ എന്ന് പറഞ്ഞാൽ ആ ഒരു അമാനുഷിക കഴിവ് ക്ഷമയാണ് എന്ന് തോന്നിപ്പിച്ചു. സീംഡ് ടു ബി പേഷ്യൻസ്. ഹി വാസ് ക്വൈറ്റ് പേഷ്യൻറ്റ് വെൻ ദ ഹെൻസ് പെക്ട് അറ്റ് ഹിം സെർച്ചിങ് ഫോർ ദ പാരാസൈറ്റ്സ് ആൻഡ് ഹിസ് വിങ്സ്. ഈ കോഴികളൊക്കെ അദ്ദേഹത്തിൻ്റെ ചിറകിലുള്ള പാരാസൈറ്റ്സിനെ അന്വേഷിച്ച് ചിറകുകൾ കൊത്തിപ്പെറുക്കിയപ്പോൾ പോലും അദ്ദേഹം വളരെ ക്ഷമയുള്ളവനായിരുന്നു. ഹി വാസ് പേഷ്യൻറ്റ് അഗെയിൻ വെൻ ദ ക്രിപ്പിൾസ് പുൾഡ് ഔട്ട് ഹിസ് ഫെദേഴ്സ് ടു ടച്ച് ദിയർ ലിംസ് വിത്ത്. അവരുടെ ഈ ക്രിപ്പിൾഡ് ആയിട്ടുള്ള ആളുകൾ, അതായത് ദുർബലരായിട്ടുള്ള ആളുകൾ, ഇൻവാലിഡ്സ് ആയിട്ടുള്ള ആളുകൾ അവരുടെ ലിംസ്, കൈകാലുകളൊക്കെ ടച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ചിറകുകളിലുള്ള തൂവൽ, ഫെദേഴ്സൊക്കെ പുൾ ഔട്ട് ചെയ്തപ്പോൾ പോലും അദ്ദേഹം വളരെയധികം ക്ഷമയുള്ളവനായിരുന്നു. ഹി റിമൈൻഡ് പേഷ്യൻറ്റ് വെൻ ഈവൻ ദ മോസ്റ്റ് മേഴ്സിഫുൾ ത്രൂ സ്റ്റോൺസ് അറ്റ് ഹിം. അദ്ദേഹത്തിൻ്റെ നേരെ മേഴ്സിഫുൾ ആയിട്ടുള്ള, കരുണയുള്ള ആളുകൾ കൂടി കല്ലെറിഞ്ഞപ്പോൾ പോലും അദ്ദേഹം വളരെയധികം ക്ഷമയുള്ളവനായിരുന്നു, ക്ഷമ കാണിച്ചു. After all, they were only trying to get him to rise so that they could see him standing. After all, എല്ലാത്തിനുമുപരി അവർ ശ്രമിച്ചത് to get him to rise, ഈ ഒരു ഏഞ്ചലിനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. സോ ദേ കുഡ് സീ ഹിം സ്റ്റാൻഡിങ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഏഞ്ചൽ എഴുന്നേറ്റ് നിൽക്കുന്നത് കാണാൻ കഴിയും. ഇറ്റ്സ് ഹാപ്പൻഡ് ദാറ്റ് ഡ്യൂറിങ് ദോസ് ഡേയ്സ് ദർ അറൈവ്ഡ് ഇൻ ദ ടൗൺ എ ട്രാവലിംഗ് ഷോ. അങ്ങനെ ഈ ഒരു ഏഞ്ചലിൻ്റെ ഈ ഒരു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു കാലത്താണ് നമ്മുടെ പട്ടണത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ടൗണിലേക്ക് ഒരു ട്രാവലിംഗ് ഷോ വരുന്നത്. ദ മെയിൻ അട്രാക്ഷൻ വാസ് എ വുമൺ ഹു ഹാഡ് ബീൻ ചേഞ്ച്ഡ് ഇൻ ടു എ സ്പൈഡർ ബൈ എ ബേസ്റ്റ് ഓഫ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. ഈ ഒരു ട്രാവലിംഗ് ഷോയുടെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇടിമിന്നൽ കൊണ്ടിട്ട് സ്പൈഡർ ആയിട്ടുള്ള ഒരു വുമൺ ആയിരുന്നു.
ദ അഡ്മിഷൻ ഫീ ടു സീ ഹർ വാസ് ലെസ് ദാൻ ദ ഫീ ടു സീ ദ ഏഞ്ചൽ. ഈ ഒരു ഏഞ്ചലിനെ കാണാനുള്ള ഫീയേക്കാൾ വളരെ കുറവായിരുന്നു നമ്മുടെ ഈ ഒരു സ്പൈഡർ വുമണിനെ കാണാനുള്ള ആ ഒരു ഫീ എന്ന് പറയുന്നത്. സോ ദ പീപ്പിൾ ഫ്ലോക്ക് ടു സീ ഹർ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആളുകളൊക്കെ ഈ ഒരു സ്ത്രീയെ കാണുന്നതിന് വേണ്ടിയിട്ട് തിരക്ക് കൂട്ടി അല്ലെങ്കിൽ അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി. ദേ വേർ also permitted to ask her all manner of questions about her absurd state. അവർക്ക് ചോദിക്കാനുള്ള അനുവാദവും ഉണ്ടായിരുന്നു. her all manners of questions about her absurd state. അവരുടെ ഈ ഒരു സ്പൈഡർ അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഈ ഒരു സ്പൈഡർ ആയിട്ടുള്ളത് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചിട്ട് അവർക്ക് ചോദിക്കാനുള്ള അനുവാദവും ഉണ്ടായിരുന്നു. അബ്സേർഡ് എന്ന് പറഞ്ഞാൽ യുക്തിഹീനമായ എന്നുള്ളതാണ് യഥാർത്ഥ വേർഡ് മീനിങ്. Alright students, and now I'm going to pause the class for now. See you in the next session. Don't forget to subscribe and press the bell icon to get notified about the next video. Thank you for watching.